കാസർഗോഡ് ചേരങ്കൈ കടപ്പുറത്ത് വളർച്ച മുരടിച്ച കുട്ടിയാണ് മുഹമ്മദ് ഷഫീഖ്. ഒരു വരുമാനവുമില്ലാത്ത കുടുംബം. ആ കുടുംബത്തിനു വേണ്ടി നാട്ടുകാർ ഒരു സഹായധനം കൈമാറി കഴിഞ്ഞ ദിവസം. അതും മോഷ്ടിക്കുന്നവരാണ് മലയാളികളെന്ന് നാം തെളിയിച്ചു. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. 15 വയസ്സുള്ള കുട്ടിയാണ് മുഹമ്മദ് ഷഫീഖ്. ഉപ്പ മുംബൈയിൽ കൂലിപ്പണിക്കാരനാണ്. സർക്കാർ രേഖകളിൽ 75% വൈകല്യമുള്ള കുട്ടിയാണ് മുഹമ്മദ് ഷഫീഖ്. എഴുന്നേൽക്കാനാവില്ല, സംസാരശേഷിയില്ല. ഈ വിവരമറിയുന്ന നാട്ടുകാർ കാശു പിരിച്ച് 9,000 രൂപയും 2 പവൻ സ്വർണവും ഈ കുടുംബത്തിന് കൈമാറി. അതാണ് അർദ്ധരാത്രിയിൽ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഈ നാട്ടിൽ മനസാക്ഷിയുള്ളവരാരും ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടെ ചെയ്തത്. ഇവരോട് വളരെ കൂടുതൽ ദയനീയാവസ്ഥയിൽ കഴിയുകയാണ്. ആ കുട്ടിക്ക് സുഖമില്ലാതെ കൊണ്ട് ആരെല്ലാം കൂടി സഹായിച്ച ആ സഹായധനം കൊണ്ടാണ് ഈ കള്ളൻ എന്ന് പറയുന്ന അവർ കൊണ്ടുപോകുന്നത്. അത് ഒരു മനസാക്ഷിക്ക് ഒത്തൊരു സംഭവമല്ല. ഇത് ആരും ഇത് ആഗ്രഹിക്കില്ല. അത് കൊണ്ടുപോയാൽ ഒരു കാലത്തും നന്നാവില്ല. ആരെങ്കിലും ഇവർക്ക് സംശയം വന്നാൽ തന്നെ അവർ എന്തെങ്കിലും ഇവരെ ചെയ്യുമെന്നുള്ള ഭയത്തിൽ അവർക്കത് പറയാനും മടിയാണ്. ആര് വന്ന് എന്തും സംഭവം അറിയില്ല. രാത്രി തന്നെ വന്നിട്ട് 1 മണി രാത്രിയാവുമെന്ന് പറയുന്നു. രാത്രി ആളെ ചെരുപ്പും കിട്ടിയും തോർത്തും കിട്ടിയും. പോലീസെല്ലാം വന്നിട്ട് അന്വേഷണമെല്ലാം നോക്കിയിട്ടെല്ലാം പോയി. രാവിലെ വന്നിട്ട് അങ്ങനെ എന്തെന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടിയില്ല, തെളിവ് കിട്ടിയില്ല. ആളാറിയെന്നാണ് ഇവളോട് ചോദിച്ചു. സംശയം ഉണ്ടാകുന്നു. എനിക്കൊന്നും സംശയമില്ല എന്ന് പറയുന്നു ഇവൾ. ആളാറിയുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്തെന്ന് പോലീസ് തെളിവ് കണ്ടുപിടിക്കുക, ഇതാക്കണ്ടെന്ന് പറഞ്ഞു. അർദ്ധരാത്രി ഒറ്റപ്പെട്ടുള്ള ഒരു സ്ഥലത്ത് കയറി ഏതു വീട്ടിലും മുഖംമൂടി ധരിച്ച് കയറി എന്തും ചെയ്യാമെന്ന അവസ്ഥയിലാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും. അന്ന് രാത്രി ഉണ്ടായ അനുഭവങ്ങൾ ആ വീട്ടിലെ ഉമ്മ വിവരിക്കുന്നു. മൂട്ടേക്ക് തട്ടം കെട്ടിയിട്ടുണ്ടായി. മൂട് തിരിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ അറിയാ, നല്ല അറിയട്ടെ. നീളൊന്നുമില്ല. ചെരുപ്പുണ്ട്, തോർത്തുണ്ട്. പൈപ്പിനെ പൊളിച്ചിട്ടത് തുള്ളിയിട്ട് പോകുമ്പോൾ അതോ പൈപ്പും കല്ലും എല്ലാം പൊളിച്ചിട്ടാണ്. ഈ സമയത്ത് വീട്ടിലാരുണ്ടായിരുന്നു? ഞങ്ങളെല്ലാം ഉണ്ട് കിടന്നിട്ട്. ഈ കിടാവും ഈൻ്റെ ഉമ്മാവും ഈൻ്റെ പിന്നെ ഒരു ഈൻ്റെ ചെറുതുണ്ട്, ഒരു കിടാവ് 4 വയസ്സായ. അതും ആ കട്ടിൽ കിടന്നിട്ടുണ്ട്. ഇത് തുറക്കും നോക്കും എന്താ ജന കേൾക്കുന്നത്. എപ്പോഴും ഞങ്ങൾ പേരെല്ലാം പൊളിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതാ ഈൻ്റെ ഉള്ളിൽ ഇത് ഇതിൻ്റെ താക്കോല് കൂട്ടിയിട്ടില്ല. ഇതാ എന്തിനാ ഈൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായത്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായ ബാഗ് അങ്ങനെ കൊണ്ടുപോയത്. ഈ വർക്ക് എന്തുണ്ടെന്ന് പറയുമ്പോൾ എനിക്കറിയുന്ന കേട്ടോ. പ്രസവിച്ച മോനിൻ്റെ അന്ന് എന്നൊരു കരച്ചിലെടുത്തത്. അതിൻ്റെ ശേഷം പിന്നെ ഇത് നടക്കുന്ന പ്രായത്തിൽ നടക്കുന്നില്ല, ഇരിക്കുന്ന പ്രായത്തിൽ ഇരുന്നിട്ട, കമ്മിന്ന പ്രായത്തിൽ കമ്മിഞ്ഞിട്ട. അപ്പോൾ പയ്യ ഇത് എല്ലാവരും കാണിച്ചിട്ടാകുമ്പോൾ നെരുമ്പിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് എവിടെയും കാണിക്കാതെ ഡോക്ടർമാരില്ല, തങ്ങന്മാരില്ല, ഡീയെ കാണിച്ചിനങ്ങ. അപ്പം നെരുമ്പിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഡോക്ടറിൽ പ്രായം വരുന്ന ആൾക്ക് ശരിയായിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെ പ്രായം വരുന്ന ആൾക്ക് ഞങ്ങൾ കുറേ നോക്കി. എങ്ങനെയും പ്രായം വരുന്ന ആൾക്ക് ഇങ്ങനെ ശരിയാകുന്നില്ല. എന്ത് മരുന്ന് എടുത്തിട്ടും ശരിയാകുന്നില്ല. ഇപ്പോൾ ആകെ 14 വയസ്സായി. ഇപ്പോൾ കെടുത്തത്തിൽ തന്നെ ആടെന്നെ വിസർജനവും മലമൂത്രം എല്ലാം ആടെന്നെ. ഓനായിട്ട് എന്തോ അറിയുന്നില്ല, തിന്നാനും എങ്ങനെ അറിയുന്നില്ല. നമ്മൾ വായിക്കിട്ടെങ്കിൽ മാത്രം കൊടുത്തെങ്കിൽ മാത്രം തിന്നും. അറിയാം. ഈ വീട്ടിൽ ഈ ചെറിയ സംഭാവന എത്തിയതിന് 24 മണിക്കൂറിന് ശേഷമാണ് പാവം ഷഫീഖിനെ ചികിത്സിക്കാനുള്ള കാശ് മോഷ്ടിച്ചത്. മോഷ്ടാക്കളെ പിടികൂടാനാവും പോലീസ് ശ്രമിച്ചാൽ. വലിയ സുരക്ഷയുള്ള ധനവാന്മാരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുവാൻ ധൈര്യമില്ലാത്തവർ പാവങ്ങളുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നു. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി.